ഇറ്റ്സ് മീ മൈമുനത്ത് കണ്ണിയൻ യുവർ മൈൻഡ് കോച്ച്. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് സ്റ്റുഡൻസിനോടാണ്. നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്റ്റുഡൻ്റ് ആണോ? അതായത് അക്കാഡമിക്സിൽ ഒരുപാട് ശോഭിക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കുക, പരീക്ഷ എഴുതുക, അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുക, വീണ്ടും പഠിക്കുക, പരീക്ഷ എഴുതുക, ഇങ്ങനെയുള്ള ഒരു പാറ്റേണിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലോ ഒക്കെ പങ്കെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ആർട്സിലും സ്പോർട്സിലും ശാസ്ത്രമേളയിലും ഒക്കെ നിങ്ങളെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു രണ്ടാളുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ മുന്നിൽ നിങ്ങളെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഞാൻ ഇങ്ങനെയൊന്നല്ല, ഞാൻ ഇങ്ങനെയൊന്നും ആയ പോരാ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമുക്ക് 4 തരത്തിലുള്ള അറിവ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മളെ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ്. രണ്ടാമത്തത് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവ്. മൂന്നാമത്തത് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട അറിവ്. നാലാമത്തെ അറിവാണ് സ്വയത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത്. ഞാനും നിങ്ങളെ പോലെയുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് അക്കാഡമിക്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ഈ സൊസൈറ്റിയിൽ നിന്നുള്ള അറിവ് തീരെ എനിക്ക് ലഭിച്ചിരുന്നില്ല. എനിക്ക് സൊസൈറ്റിയെ തന്നെ പേടിയായിരുന്നു. എന്നാൽ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള ഒരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഉമ്മ എന്ന് പറയുന്നത്, ഞങ്ങൾ ചെറുതാകുമ്പോൾ തന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പക്ഷിയെ കണ്ടാൽ അല്ലെങ്കിൽ പൂവിടർന്നത് കണ്ടാൽ ഇങ്ങനെ വിളിച്ചിട്ട് കാണിച്ചു. ചെറിയ കുട്ടികളെയും വലിയ മക്കളെയും ഒക്കെ വിളിച്ചിട്ട് ഒന്ന് നോക്കിയേ എന്ത് ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരും. അങ്ങനെയുള്ള ഒരു ഉമ്മാന്റെ മോളായതുകൊണ്ട് പ്രകൃതിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതിയിൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. എല്ലാ രഹസ്യങ്ങളും പ്രകൃതിയിൽ അടങ്ങിയിട്ടിട്ട് അത് നമ്മൾ വായിക്കാൻ നമ്മൾ പഠിക്കണം. പ്രകൃതിയുടെ ദൃഷ്ടാന്തങ്ങൾ വായിക്കാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ അറിവ് എന്ന് പറയുന്നത് സ്വയത്തെക്കുറിച്ചുള്ള അറിവാണ്. നാം എന്തിന് ഇവിടെ വന്നു, നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മളെ സ്കിൽ എന്താണ്, നമ്മളെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അറിയണം. നമ്മളെ ട്രൂ വേർഷൻ എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും, നമ്മുടെ ചിന്തകളെ എങ്ങനെയൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്വയത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വയത്തെക്കുറിച്ചുള്ള അറിവാണ്. ബാക്കി 3 അറിവുകൾ നമുക്ക് ഉണ്ടായാലും നമ്മളെക്കുറിച്ച് നമുക്കൊരു അറിവില്ലെങ്കിൽ നമ്മൾ സമ്പൂർണ്ണ പരാജയമായിരിക്കും. നമ്മൾ ഈ 4 അറിവുകളും അലൈൻ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുന്നത്. നമ്മൾ ട്രൂ വേർഷൻ നമ്മൾ കണ്ടെത്തുന്നത് അപ്പോഴാണ്. ഇങ്ങനെ ഈ 4 അറിവുകളും നമ്മൾ അലൈൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആവും. നമുക്ക് എല്ലാ അക്കാഡമിക്സിലും അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എല്ലാം നമുക്ക് ശോഭിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.